ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് ഞാനും പ്രീം ഏഞ്ചലയും കൂടി ട്രക്കിങ്ങിന് പോകാൻ പ്ലാൻ ഇട്ട് ഇറങ്ങിയതാണ്. ഇറങ്ങിയപ്പോൾ നല്ല മുട്ടൻ മഴ. മഴയാണ്, പക്ഷെ ഞങ്ങളുടെ പ്ലാൻ 22 മിനിറ്റ്സിൽ മഴ സ്റ്റോപ്പ് ചെയ്യുന്നു. സോ ഹോപ്പ്ഫുള്ളി വി ആർ മൂവിങ്. ഞങ്ങൾ കുടയൊക്കെ ചൂടി കുന്ന് കയറാൻ പോവാന്ന്. ഏതാ കുന്ന് എന്ന് ഞങ്ങൾ ഇതുവരെയായിട്ടും പോയിട്ടില്ല. ഞങ്ങൾ ഇവിടുന്ന് നോക്കും ഒരു കുന്ന് കാണുന്നുണ്ട്. ഇവിടെ വീട് കഴിച്ചിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം. അവിടെയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ ലക്ഷ്യം അതാണ്. ഞങ്ങൾ അവിടെ തന്നെ എത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതെ, ഞങ്ങൾക്ക് വണ്ടി അറിയില്ല, ബസ് ഏതാന്നും അറിയത്തില്ല. അത് ഞങ്ങൾ എന്തായാലും ലെറ്റ്സ് ഗിവ് ഇറ്റ് ട്രൈ. ഏതായാലും ഇറങ്ങി തിരിഞ്ഞ സ്ഥിതിക്ക് മൊത്തം നനഞ്ഞ് വീട്ടിൽ കയറാം. അതാണ് നമ്മൾ കയറാൻ പോകുന്ന മണ്ണ്. എന്താ തോന്നണേ, നമ്മളവിടെ എത്തും? എനിക്ക് തോന്നുന്നില്ല. ആ മലയുടെ അവിടെ മുഴുവൻ വേലി പറയുന്ന സാധനം വെച്ചിട്ടുണ്ട്. കേറാൻ പറ്റുമോ എന്ന്. എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ലെറ്റ്സ് ട്രൈ. പക്ഷെ നമുക്ക് പോയി നോക്കാം എന്താവും. ഓക്കെ. ഏഞ്ചൽ പറയുന്നത് പറ്റുന്നു, പ്രിയ പറയുന്നത് പറ്റില്ല. ഞാൻ പറയുന്നില്ല, പക്ഷെ സാധ്യതകൾ എനിക്ക് കുറവായിട്ടാണ് തോന്നുന്നത്. ആണോ? അവിടെ ഒരു മതിൽ എനിക്കും കാണാൻ പറ്റുന്നുണ്ട്. മതിൽ എവിടെയെങ്കിലും പൊട്ടിച്ചിട്ടുണ്ട്. ഒഴിഞ്ഞു കയറുന്നതാണ്. പോലീസും പിടിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. നമുക്ക് നോക്കാം. ഞങ്ങള് ഇവിടെ ഒരു ഇച്ചിരി ഗ്യാപ്പുണ്ട്, അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടെ കയറാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് നുഴഞ്ഞു കയറ്റം. ഇല്ല ഇല്ല, ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. എനിക്ക് പേടിയാ അങ്ങോട്ട് നോക്കുന്നുള്ള. പ്രിയല്ലേ പറഞ്ഞ നമുക്ക് എത്താൻ ചാൻസ് കുറവാണ്. അതെ അതെ, ഞാൻ തന്നെയാണ്. എന്ത് തോന്നുന്നു ഇപ്പം? എനിക്ക് തോന്നുന്നു ആരെങ്കിലും വന്ന് അനധികൃതമായിട്ട് വന്നു എന്ന് പറഞ്ഞ് പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. സംസാരിക്കുന്നു, ഇത്രയും നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ പാടില്ല. അപ്പൊ എനിക്ക് അങ്ങനെ തോന്നുന്നു. ഓക്കെ, ഞാനോട് പറഞ്ഞാണ് ഗ്ലാസ് എടുക്കാൻ. അപ്പൊ ഈ സണ്ണ് അവളുടെ കണ്ണിലേക്ക് അരച്ച് കയറില്ലായിരുന്നു. അപ്പൊ എനിക്ക് ഗ്ലാസ് വേണ്ടാന്ന്. ഇപ്പൊ എന്ത് തോന്നുന്നു? എടുക്കാമെന്ന് തോന്നുന്നുണ്ടോ? എടി, ഈ ഫോസിൽ വേണമെങ്കിൽ വെച്ചുകൂടി അറിയ. ഞാൻ എന്തെങ്കിലും വെക്കുന്നില്ല, എനിക്ക് കണ്ണ് കാണത്തില്ല. ഇതൊന്നും വീഡിയോയിലിടല്ലേ? വീഡിയോയിൽ വരും. ഏഞ്ചല് വീഡിയോ എടുക്കുമ്പോൾ നടക്കില്ല. ആ കുന്നിന്റെ പൊക്കത്ത്, ഞങ്ങളുടെ ഈ കുന്നിന്റെ പൊക്കത്തേക്കാണ്. റിയ പറയുന്നു അവിടെ ഒരു വേലി പെടന്ന് കിടപ്പുണ്ടെന്ന്. വേലി ഫെൻസ്. ഇതെങ്ങനെ കയറണം ഞാൻ പഠിക്കില്ല. ഏഞ്ചല് കയറ ഗ്ലാസ് ഊരിട്ട് കയറ. ഞാൻ അവിടെ എത്തണമെങ്കിൽ തന്നെ 1 മണിക്കൂർ. ഇലക്ട്രിക്കൽ ഷോക്ക് അടിക്കും. ഒരു ഇടിയും കൂടെ കിട്ടിയാൽ തീർന്നു. നമ്മുടെ നാട്ടിലെ നിങ്ങൾ പറയുന്നത് എന്താ പറയുന്നത്? ബീറ്റലാണോ? ഉണ്ട്. സോ ക്യൂട്ട് അല്ലേ? എടുത്തോണ്ട് വീട്ടിൽ കൊണ്ടുപോയാലോ? അലർജിക് റിയാക്ഷൻ ഉണ്ടായാലോ? ഇല്ലാടേ, ഇത് എന്തെന്നാ മൊട്ടക്കൂസ് ഞങ്ങള് പണ്ട് പറയും. കളയടിയനെ പോയി. ഞങ്ങളെ കണ്ടാൽ ട്രക്കിങ്ങിന് പോകുന്ന പോലെ ഉണ്ടോന്ന് കമന്റ് പറയുക ഗൈസ്. ആരും പറയാനുണ്ടാവില്ല. കമന്റ് ഇടാൻ വരണേ. ചിലപ്പോ ഷോണോ പോൾ ചേട്ടനോ അല്ലെങ്കിൽ നിതിൻ ഇപ്പൊ ഞങ്ങളുടെ എവിടെ റിയ ഇതിനുണ്ടാവും ഈ വീഡിയോ കമന്റ് ഇടുന്നു പറഞ്ഞിട്ട് എല്ലാ വീഡിയോയിലും വലിഞ്ഞു കയറി വരുന്നുണ്ട്.
എന്നിട്ടും നിതിൻ കമന്റ് ഇടുന്നില്ല. നിതിൻ വേറെ അറിയൂ. അതെ, ഇല്ലെങ്കിൽ പോച്ചേട്ടനെങ്കിലും കമന്റ് ഇടുന്നു. ഈ വീഡിയോയ്ക്ക് എങ്ങനെ ആരെങ്കിലും കമന്റ് ഇടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതെ, പോൾച്ചേട്ടനെങ്കിലും കമന്റ് ഇടണം എന്ന് വിനീതമായി ഞങ്ങൾ അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. അമ്മേ, ചെറുതായിട്ട് മടുത്തു. ആ, അവിടേക്കാണ് നമ്മള് പോകുന്നത്. അല്ല, അപ്പുവിന്റെ വീടിന്റെ അപ്പുറത്ത്. അപ്പുവിന്റെ വീട് എവിടെയാ? അവിടെ ദൂരെ ദൂരെ ദൂരെ. അമ്മേ, അവിടെ ഞാനിരുന്ന് നമുക്ക് ആദ്യം കുടിച്ച് തിരിച്ചു പോയാലോ? നമുക്ക് ഇനി ഒട്ടും നടക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വരുമ്പോ നമുക്ക് ചായ തിരിച്ചു നടക്കാനുള്ളതാണ്. യെസ്, തിരിച്ചു നടക്കാൻ സുഖമല്ലേ, നമുക്ക് വഴി കണ്ടുപിടിക്കണ്ടല്ലോ. അവിടെയല്ലേ പോവാൻ പറ്റാത്ത, ഇവിടെ ഈ ഒരു വേലിയുണ്ട്. ഇവിടെ വേലിയില്ല. പക്ഷെ ഞാനും അതിലേയും പണ്ടിങ്ങനെ ഞങ്ങളുടെ കുന്നിന്റെ പുറത്ത് കയറി. അപ്പൊ ഒരു ചേച്ചി, അത് വേറെ രണ്ട് സ്ഥലമാണ്. ബാംഗ്ലൂർ കഥയാണ്. ബാംഗ്ലൂരല്ലേ, ബാംഗ്ലൂർ കഥയാ. അപ്പൊ ഒരു ചേച്ചി വന്നിട്ട് ചേച്ചി എന്താന്ന്, എന്നിട്ട് കുറച്ച് നാള് കഴിഞ്ഞപ്പോഴേക്കും അവരോട് വേലിയൊക്കെ കെട്ടി. ആ വീട്ടുകാര് തന്നെ, ആ വീട്ടുകാരല്ല, ആ ചേച്ചിയാണ്. ആ ചേച്ചി ആയിരിക്കും അസ്ത്രത്തിന്റെ ഉടമസ്ഥ. ഞങ്ങളെ കുന്നിന്റെ പൊക്കത്താ, അതുകൊണ്ട് ഞങ്ങളങ്ങ് കയറി. ഏഞ്ചല കിടക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമുക്ക് മാക്സിമം വരാൻ പറ്റുന്ന സ്ഥലം. കാരണം ഇതൊരു എന്താണ്, നമ്മള് ചുറ്റിനാൽ. ഓ, അവിടെ വഴിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് സോ. വഴിയാണോ അത്? ആ, മേ ബി ആ വീട്ടിലോട്ട് വണ്ടി വരാനുള്ള വഴി കാണാം. അത് ഫാമാന്ന് എനിക്ക് തോന്നണേ. അത് ഫാം ആണെങ്കിൽ അവരുടെ വീട്ടിലോട്ട് വണ്ടി വരാനൊരു വഴി കാണില്ലേ? ഓക്കെ, ഈ വല്ല പിള്ളേരെ പിടുത്തക്കാരും ആണെങ്കിൽ ഞങ്ങൾ പിടിച്ചിരിക്കുന്നു. ഈ മുതുക്കികളെ പിടുത്തക്കാരുള്ള പിള്ളേരെ പിടുത്തക്കാർ. ആക്ഷേപം ഞങ്ങൾക്കൊരു പുത്തിരിയല്ല. നിങ്ങൾക്കിപ്പോ എന്ത് തോന്നുന്നു? എന്ത് രസമല്ലേ? പേടിയാണെങ്കിൽ രസം. അമ്മേ, എനിക്ക് എന്റെ കൂടുതൽ പോയിട്ട് ഇത്രയെങ്കിലും അഡ്വാൻറ്റേജ് ആയേ. അഡ്വാൻറ്റേജോ? അല്ല, എവിടെയാ? വയനാട് സ്കൂള്. അവിടെ മീ ചൈന, നോ ഇംഗ്ലീഷ്. അഡ്വാൻസ്ഡ് ആയത് അങ്ങനല്ലേ പറയുന്നത്? അഡ്വഞ്ചർ ആയെന്നാണോ ഉദ്ദേശിച്ചത്? അഡ്വഞ്ചർ ആയി, സോറി, ഒന്നുകൂടി പറയാം. ഏഞ്ചല എന്റെ കൂടത്തിൽ വന്നിട്ടാണ് കുറച്ചുകൂടി അഡ്വഞ്ചറസ് ആയത്. കുറച്ചും കൂടി അഡ്വഞ്ചറസ് ആയത്. കാനഡ ചെന്നിട്ട് എന്തിനോട് എന്തൊക്കെ കഴിവ് നമ്മൾ കാണാൻ കിടക്കുന്നു. പൈൻ മരത്തിന്റെ ഇടയിൽ കൂടെ ഓടി നടക്കുന്ന ഏഞ്ചലാണ്. അവിടെ നേരെ വഴി ആയതുകൊണ്ട് എനിക്ക് ഒരിടത്തും കയറേണ്ട ആവശ്യമില്ല. അത് പറഞ്ഞവിടെ നേരെ വഴിയാണ്. വയല് പറഞ്ഞ പിന്നെ അങ്ങ് അപ്പ്. ഞങ്ങൾ കണ്ടിട്ടുള്ള വീഡിയോയിലൊക്കെ ട്രക്കിങ്ങിനും പോകുന്ന ആൾക്കാരുണ്ട്. നിന്റെ ബ്രദർ ട്രക്കിങ്ങിന് പോകുന്നില്ലേ? ആ, പോകുന്നുണ്ട്. അഖിൽ ബ്രോ നമ്മുടെ വീഡിയോ കാണാറുണ്ടോ? ഇല്ല. ചേ, അവൻ എന്നോട് പറഞ്ഞു ലിങ്ക് ഇടാൻ. ഞാൻ തരത്തില്ല പറഞ്ഞു. ഞാൻ കൊടുക്കാം. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് വ്യൂവിനോട് താല്പര്യമില്ല ഗൈസ്. നിന്റെ വ്യൂ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അവനെ കളിയാക്കും. ഓ മൈ ഗോഡ്, അതൊരു we can't get out. we can't get in. എവിടുന്നാ പഠിച്ചേ? ഏത് സ്കൂളിലാ പഠിച്ചേ? വെള്ളിക്കുളത്ത്. ആ വഴി പോവാൻ പറ്റുമോ? ഞാൻ we can't get out. അത് തെറ്റാ? അത് തെറ്റാണ്. അല്ല 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 അല്ല, പറഞ്ഞത് തെറ്റല്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അല്ലായിരിക്കും. കമന്റിലോ ഇനി കറക്ഷൻസ്. ചിലപ്പോ വലിയ ലോങ് എസ്സേ ആയിട്ട് ഗ്രാമറിൽ വരും ആരെങ്കിലും ഒക്കെ. അങ്ങനെ കമന്റ് കിട്ടട്ടെ. ആക്ഷേപം വന്നീ അറ്റത്ത്. എനിക്ക് അത്രയുള്ള ആഗ്രഹം. ഏഞ്ചലിന്റെ അമ്മായിപ്പം കാണുന്നുണ്ടെങ്കിൽ ഇതാണ് ഏഞ്ചലിന്റെ പാർട്ട് ടൈം ജോബ്. ഞങ്ങള് ഒരു സുഖതറ കഴിച്ചിട്ട് ഇത്രയും നല്ല വഴി ഇവിടെ ഉണ്ടായിരുന്നപ്പോഴാണ് ഞങ്ങൾ ആ ചെടിയെല്ലാം ചവിട്ടി ഇങ്ങ് കയറി വന്നത്. ഈ വഴി എങ്ങോട്ടാ പോകുന്നത് അതറിയില്ല, പക്ഷെ വഴി ഉണ്ടെന്നറിയാം. ഇത് ഷോർട്ട് കട്ട് ആയിരിക്കും നമ്മൾ വന്നത്.
ആ മലയുടെ ആ ചിലപ്പോ ഇത് ഷോർട്ട് കട്ട് ആയിരിക്കും. നമ്മൾ റിയ പറയുന്നത് ഗുണ്ടകളെയൊക്കെ ഇങ്ങനെ സിനിമയിലൊക്കെ ഗുണ്ടകള് ഇടത്തില്ലേ, അങ്ങനത്തെ സ്ഥലമാണ് സിനിമയിലൊക്കെ. ഗോ ഡൗൺ ആണ്, ഗോ ഡൗൺ. ഇത് കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ സിനിമ ഷൂട്ട് ചെയ്യാൻ ഇവിടെ വരട്ടെ. 200 സബ്സ്ക്രൈബറിലൊരു ഡയറക്ടർ ഉണ്ടെങ്കിലോ. ഞങ്ങൾക്കൊന്നും കാണത്തില്ല. എന്തായാലും ഇതാണോ ഗോ ഡൗൺ. ചിലപ്പോൾ ഈ വീഡിയോ ഇറക്കുമ്പോൾ ഞങ്ങളെല്ലാവരും പോലീസ് പിടിച്ചിട്ടുണ്ടാവും. ഞങ്ങളെല്ലാവരും മാത്രം ഞങ്ങൾ പറയും ഞങ്ങൾ എഡിറ്റ് ചെയ്ത് മോർഫ് ചെയ്ത് വെച്ചാ. നല്ല സ്കൈ. ഇതാണ് ഗൈസ് ഞങ്ങൾ വന്ന വഴി. അതാണ് സീ ഗൈസ്, സീ. അവിടെ ഇരുന്നാലോ? മൊത്തം പൂപ്പലല്ലേ? പൂപ്പൽ പായൽ. പായലും പൂപ്പലും ഒന്നുമില്ല. ഇതൊന്നും നീ യൂട്യൂബിൽ ഇടല്ലേ കേട്ടോ? ഇത് മാത്രം മറ്റേ തുടക്കത്തില് ഹൈലൈറ്റില് ഡാർക്ക് ക്ലൗഡ്സ് ആർ കമ്മിങ്. ഇത് മറ്റേ ഗെയിം ഓഫ് ത്രോൺസിനകത്ത് എന്താ പറയില്ലേ, വിന്റർ ഇസ് കമ്മിങ്. ഞങ്ങൾ റോഡിൽ നിന്ന് ചായ കുടിക്കാൻ പോവാണ്. ഞങ്ങൾ ചായ ഉണ്ടാക്കിയിട്ടാണ് വന്നേക്കുന്നത് ഗൈസ്. ചായ കട്ടൻ ചായ. കട്ടൻ ചായക്ക് മധുരട്ടോ മധുരട്ടോ. ഞങ്ങളെല്ലാം ഷുഗർ കട്ടിലാണ്. നീ ഷുഗർ കഴിക്കുന്നുണ്ടോ? ഉണ്ടോ? ഞാൻ ഓർത്തു ഇവരും ഷുഗർ കട്ടില്ല. ഞാൻ ഈ അടുത്ത് തുടങ്ങിയുള്ളൂ. നമുക്ക് അവിടെ നിന്ന് ചായ കുടിക്കാം. ചായയും പിന്നെന്താ ഉള്ള ബിസ്ക്കറ്റും എൻ്റെ ചുമാച്ചോ മുറുക്കും. അത് ഇപ്പം എൻ്റെ കൂടെ കൊണ്ടുവന്നത് ഞാൻ. എനിക്ക് മലയാളം അറിയത്തില്ലെങ്കിൽ ഹിന്ദി പാടിയാ പോരെ. നീ എന്താ മലയാളത്തിൽ പാടണേ? എനിക്കും കൊറേ ഇങ്ങനത്തെ പാട്ടുകളുണ്ടായിരുന്നു. ഇത്രയെങ്കിലും അവള് പാടുന്നുണ്ടല്ലോ. ഒന്നുള്ള പാടുകയും അനുരാഗ വിലോചനമായി അതിലേറെ യോഗ്യതനായി. എന്നിട്ട് എനിക്കറിയത്തില്ല. എന്നിട്ടെന്താ ബാക്കി എന്നാ അറിയത്തില്ല. എനിക്കറിയത്തില്ല. അനുരാഗം എന്ന് പറഞ്ഞാൽ എന്നാന്നറിയാവോ? പാട്ട് അല്ല, അനുരാഗത്തിന്റെ ശരിക്കുള്ള മീനിങ് പാട്ടല്ലേ? അനുരാഗം എന്ന് പറഞ്ഞ പാട്ടല്ലേ? അല്ല, രാഗം എന്ന് വെച്ചാ പാട്ടാണ്. പിന്നെന്തോ അനുരാഗം? അനുരാഗം എന്ന് പറഞ്ഞാൽ പ്രേമം ആണോ? ചൂട് ചായ, കട്ടൻ ചായ, ചൂടൊക്കെ കട്ടൻ ചായ, കട്ടൻ ചായ, കാജാ ബീഡി, പുട്ടും കടലയും. നല്ല രസമുണ്ട് മഞ്ഞപ്പൂ അല്ലേ. ഞങ്ങൾ വേറൊരു വഴി കണ്ടുപിടിച്ച് ഞങ്ങൾ കയറുകയാണ് ഗൈസ്. എന്ത് വേറെ എന്തോ ഇങ്ങനൊരു ഡയലോഗ് ഇല്ലേടി? എന്തോ ഡയലോഗ് ഉണ്ട്, എന്താ ഓർമ്മയില്ല. എന്താണ് ചില ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നണേ? വ്യൂ. ഞങ്ങളെ ചുറ്റും മഴ മല. എനിക്ക് കാണുന്നുണ്ട് ബസ്, പിങ്ക് ബസ്. നമ്മുടെ പിങ്ക് ബസ്. ആ ബസ്സിലായിരിക്കും നമ്മൾ വന്നേ. നമ്മൾ അത്രയും ദൂരം യെസ്. ഡയാന ഇതിനു മുമ്പ് ഹൈക്ക് ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ നിങ്ങൾ അവിടെ പോയിട്ടുണ്ടല്ലോ അല്ലേ? ആ അല്ലാതെ ഞങ്ങള് ആട്ടോ വയനാട്ടിലൊക്കെ ഞങ്ങൾ കുറെ സ്ഥലത്ത് ഇങ്ങനെ കുന്ന് കയറാൻ പോയിട്ടുണ്ട്. ഏഞ്ചലിയുടെ ഫസ്റ്റ് ടൈം, എൻ്റെ ഫസ്റ്റ്. ഞാനും അതിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ മുളത്ത് കുന്ന് കയറാൻ പോകാറുണ്ട്. അങ്ങനെയാണ് ഞാൻ കുരിശുമല കയറിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ മലയാറ്റൂറും കയറിയിട്ടുണ്ട്. മലയാറ്റൂർ പക്ഷെ അതല്ല, അതും കുഞ്ഞൊരു ഹൈക്കിംഗ് പോലെ ആടി ആ കുന്ന് അല്ലേ? അതില്ലേ നീ പറയാ കമന്റ് ചെയ്യാം. കൊറേ തള്ളുന്നുണ്ട്. ആ ഞാനും അതില്ലേ മഞ്ജുതയൊക്കെ കൂടിയിട്ട് കുന്ന് കയറാൻ പോയത്. സോ ഞങ്ങൾ ടോപ്പിലെത്തി ഗൈസ്. മൊത്തം ക്ലൗഡാണ്, എല്ലായിടത്തും മഴ ആയതുകൊണ്ട് ഒന്നും തിരിയുന്നില്ല. ഞങ്ങളെല്ലാവരും മടുത്തു. റിയതേ അങ്ങ് എത്തുന്നു. എന്ത് കാണാനാണോ എന്തോ അങ്ങ് എത്തി അവള്. റോഡ് കണ്ട്
ഇത് കണ്ടോ, ആ അങ്ങ് അറ്റത്തിരുന്ന ഗോഡൗൺ ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ അവിടെ നിന്നും ரொம்ப ദൂരം ഇവിടെയാണ്. ഞങ്ങൾ ആ വീടിൻ്റെ അവിടെ നിന്നാണ് ഞങ്ങളുടെ ജേർണി തുടങ്ങിയത്. സോ വാട്ട് ഡു യു തിങ്ക് ഏഞ്ചല? നല്ലായിരുന്നു. എൻ്റെ ഫസ്റ്റ് ട്രിപ്പ് ആയിരുന്നു. പക്ഷെ പേടിയായിരുന്നു, പക്ഷെ നല്ലായിരുന്നു. ഇറ്റ്സ് എ നൈസ് എക്സ്പീരിയൻസ്. എവിടെ ഒരു എയർപ്ലെയിൻ പോകുന്നു. അതാ റിയാനി സൂം ചെയ്ത് കണ്ടുപിടിക്കണം. മഴ പെയ്ത് നല്ല കൊറേ മഞ്ഞപ്പൂ ഉണ്ട് ഇവിടെ. ഇന്ന് വിഷു അല്ലേ? യെസ്, ഹാപ്പി വിഷു. ഹാപ്പി വിഷു. നല്ല മുള്ള. മഴ പെയ്യുവാണെങ്കിൽ വീഡിയോ എടുക്കുകയാണെങ്കിൽ നനയാണ്. എന്തിനല്ലേ റീച്ചിലിൻ്റെ അങ്ങോട്ടേക്ക് നടക്കാൻ പോയായിരുന്നു. സോ അവള് വെയിറ്റ് ചെയ്ത് ഞങ്ങളിവിടെ റോട്ടിൽ നിൽക്കുകയാണ്. ഈ റോട്ടിൽ കൂടെ അവള് വരുന്നുണ്ടെന്നാ പറഞ്ഞത്. ഇതൊരു കുന്നിന്റെ പക്കത്താണെങ്കിലും ഇവിടെ നല്ല റേഞ്ച് ഉണ്ട്. അതെ, വെയിലും മഴയും കുറുക്കൻ റെയിൻബോ. തൊട്ട് മുൻപേ താഴെ അവിടെ അതിന് എൻഡിങ്. റീ എന്തി എന്റെ കോള് വോയിസ്മെയിലോട്ട് പോവാ. ശരിക്കും പേടിച്ചു പോയി. ഞാനിവിടെ ഒറ്റപ്പെട്ടു പോയി ഓർത്ത്. ഞാനോർത്തിന് ആരെ വിളിക്കുമെന്ന്. റെയിൻബോ കണ്ടോ താഴെ, തൊട്ട് താഴെ രണ്ടെണ്ണം റെയിൻബോ ഉണ്ടല്ലോ. ഷോറിന് വീഡിയോ കിട്ടുന്നുള്ളൂ. രസമുണ്ട് നല്ല. ആദ്യമായിട്ട് ഞാൻ ഇത്രയും ക്ലോസ് ആയിട്ട് റെയിൻബോനെ. ഹായ്, രസല്ലേ? രണ്ടെണ്ണം നല്ല കൃത്യമായിട്ട് തിളങ്ങി വന്നിട്ടുണ്ട്. വെയിലൊന്നും ഇല്ലാടി. അവിടെ ടോപ്പ് ചെറുതേക്ക് ഒരു ഇങ്ങനെ മുൾവേലി. വെയിലും മഴയും കുറുക്കന്റെ കല്യാണം. ഞങ്ങള് നനഞ്ഞ് കുളിച്ച്. മീൻവൈൽ ഐ തോട്ട് ഞാൻ ലോസ്റ്റ് ആയെന്ന്. റിയക്ക് അതിന്റെ അപ്പുറത്തെ വശം കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി. ഏഞ്ചലൊക്കെ നടക്കാൻ വയ്യാത്തോണ്ട് ഞാൻ പോയി. ഞാൻ എന്തൂസിയാസ്റ്റിക് ആയിട്ട് മലയുടെ അറ്റം കാണാൻ പോയി. ഉൾമര താഴെ നിന്നോ. ഞാൻ എന്തൂസിയാസ്റ്റിക് ആയിട്ട് മലയുടെ അറ്റം കണ്ട് തിരിച്ചു വന്നപ്പോ ഞാൻ റോഡിൽ ഇറങ്ങിയപ്പോ ആരുമില്ല. ഉൾമര വിളിച്ചിട്ട് ഫോണും കിട്ടുന്നില്ല. വോയിസ് മെയിലോട്ട് കോൾ ഡൈവേർട്ട് ചെയ്തിരുന്നു. ഞാൻ ശരി, എന്റെ ഉള്ളൊന്ന് കാഞ്ഞു. ഞാൻ ഓർത്ത് ഞാൻ പെട്ട്. നീ എന്ത് ചെയ്യും? എന്റെ ഒരു കുപ്പി വെള്ളം പോലും ഇല്ല. ആകെ ഒരു ഫോണും വെള്ളത്തിന് ഇഷ്ടം മാതിരി കിട്ടുന്നുണ്ട്. ആകെ ഒരു ഫോണും ഡയാനയുടെ ഒരു ഫോസിന്റെ ക്ലാസ്സും. അത് മാത്രമേ എൻ്റെ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യും എന്നറിയാതെ ഞാൻ പകച്ചു പോയി. പിന്നെ ഞാൻ ഇങ്ങനെ നിരന്തരം ഇവരെ വിളിച്ചോണ്ടിരുന്നു. അപ്പൊ പിന്നെ ഞാൻ അങ്ങ് ദൂരെ ഒരു വെട്ടം പോലെ ഡയാനയുടെ ജാക്കറ്റ് കണ്ടു. കുറെ നേരം കഴിഞ്ഞിട്ട് കേട്ടോ. നീ കൊറേ നടന്നു. അപ്പൊ ഞാൻ മേളിലോട്ട് നോക്കാം നിങ്ങൾ ഇറങ്ങി വരുന്നുണ്ടോന്ന്. പക്ഷെ ആരും കാണുന്നില്ല. റോട്ടിൽ നിങ്ങളില്ല. അത്യാവശ്യം കുറച്ചു ദൂരം നല്ലോണം നടന്നു. അത് നീ അങ്ങേ അറ്റത്ത് പോയിട്ട് അവിടെ ഇറങ്ങി റോട്ടില്. പിന്നെ ഞാൻ ഓടി നോക്കി. അതാണ് മൊത്തം കുതിർന്നത്. നല്ല മഴയുമായിരുന്നു, ഭയങ്കര മഴയായിരുന്നു. ഓടി വന്നപ്പോ നിങ്ങളെ കണ്ടു. അപ്പൊ എനിക്കൊരു മനസ്സമാധാനം. നിന്നെ കൂട്ടാതെ എന്തായാലും ഞങ്ങൾ പോവില്ലായിരുന്നു. എന്നെ കൂട്ടാതെ നിങ്ങൾ പോവില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഓർത്തു നമ്മൾ രണ്ട് വഴിക്ക് ആയിപ്പോയോ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. സീ യു വിത്ത് അനദർ വീഡിയോ.